ഇന്നാണെങ്കിൽ നൈനുക്കുട്ടിക്ക് സ്കൂളുണ്ടായിരുന്നില്ല കേട്ടോ. അവൾക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ലീവാണ് കേട്ടോ. ഇനി 10-ാം തീയതി എക്സാം ഉള്ളൂ. പക്ഷെ നൈനുക്കുട്ടിക്ക് ക്ലാസ്സിൽ പോകണമായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ വയ്യായിരുന്നു എന്ന്. തൊണ്ടവേദന ഇങ്ങനെ പനി വരുന്ന പോലെയൊക്കെ. പക്ഷെ പനിയില്ല കേട്ടോ. ക്ലൈമറ്റ് ചേഞ്ച് ആവണേൻ്റെ തോന്നുന്നു. തൊണ്ടവേദന നല്ലോണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നൈഹുക്കുട്ടി ഇന്ന് സ്കൂളിലേക്ക് വിടണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ തന്നെ കൊണ്ടുവരും വേണമല്ലോ, അങ്ങനെയല്ലേ, മാറിപ്പോയോ. കൊണ്ടാക്കുകയും വേണം, വിളിക്കാൻ പോവുകയും വേണം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് കൊണ്ടുവിടണ്ടെന്ന്. അങ്ങനെ ഞാൻ ലേറ്റായി എണീച്ചു. ഉമേഷാണെങ്കിൽ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരില്ല കേട്ടോ. അവർ ഫ്രൈഡേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരാറില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇന്ന് നേരെ വൈകി എഴുന്നേറ്റിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ. അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത് നമുക്ക് ഉപ്മാവാണല്ലോ. ഞാനാണെങ്കിൽ റവ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുണ്ടാക്കി കഴിച്ചു കേട്ടോ. പിന്നെ നൈഹൂനാണെങ്കിൽ തിങ്കളാഴ്ച മുതൽ എക്സാം തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അവളെ പഠിപ്പിക്കാതിരുത്തി. അവൾക്ക് തിങ്കളാഴ്ച ഇംഗ്ലീഷ് എക്സാമാണ് കേട്ടോ. അപ്പോൾ ABCD അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ എഴുതിപ്പിക്കും. അതൊന്ന് പറഞ്ഞു കൊടുത്തു കേട്ടോ. രണ്ടുപേരും ഒരു സ്കൂളിലാണെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇതിപ്പോൾ രണ്ടുപേരും രണ്ട് സ്കൂളിലായതുകൊണ്ട് എനിക്കാണ് ബുദ്ധിമുട്ട്. കാരണം ഒരാൾക്ക് ഒരു ദിവസം സ്കൂളില്ലെങ്കിൽ മറ്റാൾക്ക് ആ ദിവസം സ്കൂളുണ്ടാവും. പിന്നെ ഒരാൾക്ക് വേറൊരു ദിവസം സ്കൂളില്ലെങ്കിൽ ആ ഒരാൾക്ക് വേറൊരു ദിവസം സ്കൂളുണ്ടാവും. ആ ദിവസം സ്കൂളുണ്ടാവും. എന്തൊക്കെയാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾ പുറത്ത് പോയപ്പോൾ വെജിറ്റബിൾ സീഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തിൻ്റെയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നടാമെന്ന് വിചാരിച്ചു, പക്ഷെ നട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ഈ മീഷോന്ന് മേടിച്ച ബാഗാട്ടോ. അതിലൊക്കെ മണ്ണ് നിറച്ച് വെച്ചു. ഇനി നടണം. ഈ പീരീഡ്സ് ആയിരിക്കുമ്പോൾ നട്ട് കഴിഞ്ഞാൽ ചെടി വളരില്ല, അത് ഉണ്ടാവണത് മുളച്ച് വരില്ല എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. ശരിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാനിത് ചെയ്യാൻ പോയില്ല. എനിക്കതിലൊന്നും വിശ്വാസമില്ല കേട്ടോ. ഇന്ന് എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ ചെയ്തില്ല കേട്ടോ. പിന്നെ ഞാൻ ചീര നട്ടിട്ടുണ്ടായിരുന്നു. ചീര ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വൈകുന്നേരത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് പോയിട്ടോ. പുറത്ത് പോയി ഇഞ്ചി ഉണ്ടായിരുന്നില്ല. ഞാൻ ഇഞ്ചി ഇട്ടിട്ട് ഇഞ്ചി വെള്ളത്തിലാണ് ഗാർഗിൾ ചെയ്യുക കേട്ടോ. നല്ല കുറവുണ്ട് എനിക്ക് തൊണ്ടവേദന. അപ്പോൾ രാവിലെ ചെയ്തത് അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഞാൻ മീഷോന്ന് കറിവേപ്പില തൈ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. റിവ്യൂസൊക്കെ നോക്കിയപ്പോൾ അതിൽ വലിയ തയ്യാണ് ഞാൻ കണ്ടത്. പക്ഷേ എനിക്ക് വന്ന് കുഞ്ഞ തയ്യ. മീഷോ തെണ്ടിപ്പട്ടി എന്നെ പറ്റിച്ചു കേട്ടോ. പിന്നെ ഇലയൊക്കെ കേട് വന്ന പോലെ ഉണ്ടായിരുന്നു. സാരമില്ല, നട്ട് നോക്കാൻ ചിലപ്പോൾ വളരുമായിരിക്കുമല്ലേ. നട്ടിട്ടൊന്നുമില്ല, നാളെ നടാൻ വിചാരിച്ചു. പിന്നെ എന്താ, വൈകുന്നേരം രാത്രി ആയപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിന്നറും ചിക്കൻ ഫ്രൈഡ് റൈസാണ് കേട്ടോ. കുറേ നാളായി ഉണ്ടാക്കി കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതുണ്ടാക്കുമ്പോൾ ആ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയായിട്ട് ഉണ്ടാക്കുക. അതുകൊണ്ടാണ് നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസിന് ഇതുപോലത്തെ ഒരു കളർ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിച്ച് അങ്ങോട്ട് കിടന്നുറങ്ങിയിട്ടില്ല, ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ശരി, ടാറ്റ.